ഹലോ ഹായ് എല്ലാവർക്കും ലേണയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഋതു കൃഷ്ണ. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കറണ്ട് അഫയേഴ്സ് ആണ്. നവംബർ മാസത്തിലെ ആദ്യത്തെ ആഴ്ചയിലെ കറണ്ട് അഫയേഴ്സ് ആണ്. അതായത് നവംബർ 1 തൊട്ട് നവംബർ 10 വരെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് സമയം ഒട്ടും കളയാനില്ല, വേഗം നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യത്തെ ചോദ്യം ഇതാണ്: ഹു ഹാസ് ബീൻ അപ്പോയിന്റഡ് ആസ് ദ ന്യൂ ചീഫ് ഇലക്ടോറൽ ഓഫീസർ ഓഫ് കേരള? ഹു ഹാസ് ബീൻ അപ്പോയിന്റഡ് ആസ് ദ ന്യൂ ചീഫ് ഇലക്ടോറൽ ഓഫീസർ ഓഫ് കേരള? സംസ്ഥാനത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറായിട്ട് നിയമിതനായത് ആരാണ് എന്നാണ് ചോദ്യം. ആരാണ്? റൈറ്റ് ആൻസർ ഈസ് പ്രണബ് ജ്യോതിനാഥ്. പ്രണബ് ജ്യോതിനാഥിനെയാണ് സംസ്ഥാനത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറായിട്ട് നിയമിച്ചിരിക്കുന്നത്. നിയമനത്തിന് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അംഗീകാരം നൽകിയിരുന്നു. തുടർന്നാണ് നിയമന ഉത്തരവ് ഇറങ്ങിയത്. സംസ്ഥാനം നൽകിയ പാനലിലാണ് പ്രണബ് ജ്യോതിനാഥിനെ തെരഞ്ഞെടുത്തത്. നിലവിൽ സ്പോർട്സ് യൂത്ത് അഫയേഴ്സ് സെക്രട്ടറി അദ്ദേഹം കൊല്ലം ജില്ലാ കളക്ടറായിട്ട് സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. അദ്ദേഹം 2005 ബാച്ച് IAS ഉദ്യോഗസ്ഥനാണ്. അപ്പോൾ ആരാണ് സംസ്ഥാനത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറായിട്ട് നിയമിക്കപ്പെട്ടത്? ആരാണ്? പ്രണബ് ജ്യോതിനാഥാണ്. അടുത്ത ചോദ്യമാണ് രണ്ടാമത്തെ ചോദ്യം. വേർ ഈസ് ദ വെന്യൂ ഫോർ ദ സ്റ്റേറ്റ് സ്കൂൾ സ്പോർട്സ് ഫെസ്റ്റിവൽ? അതായത് സംസ്ഥാന സ്കൂൾ കായികമേളയ്ക്ക് വേദിയാകുന്നത് എവിടെയാണ് എന്നാണ് ചോദ്യം. എവിടെയാണ്? വേർ ഈസ് ദ വെന്യൂ ഫോർ ദ സ്റ്റേറ്റ് സ്കൂൾ സ്പോർട്സ് ഫെസ്റ്റിവൽ? റൈറ്റ് ആൻസർ ഈസ് എറണാകുളം. അല്ലെ, എറണാകുളം ജില്ലയിൽ 17 വേദികളിലായാണ് മത്സരങ്ങൾ നടക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ കായികമേളയെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു 3 നമ്പറുകളുണ്ട്: 17, 39, 2590. അതായത് എറണാകുളം ജില്ലയിൽ 17 വേദികളിലായാണ് കായികമേള നടക്കുന്നത്. 39 കായിക ഇനങ്ങളാണുള്ളത്. 39 കായിക ഇനങ്ങളിലായി 1,00,000-ഓളം വിദ്യാർത്ഥികൾ കായികമേളയിൽ പങ്കെടുക്കുന്നുണ്ട്. ഭിന്നശേഷി വിഭാഗത്തിൽ 1562 കായിക താരങ്ങളാണ് പങ്കെടുക്കുന്നത്. പ്രവാസി വിദ്യാർത്ഥികളും ആദ്യമായി മേളയിൽ പങ്കെടുക്കുന്നുണ്ട്. ഇനി ട്രോഫികൾ മൊമെന്റോ എന്ന് പറയുന്നത് 2590 ആണ്. ട്രോഫികളും മൊമെന്റോകളുമായി ആകെ 2590 പുരസ്കാരങ്ങളാണുള്ളത്. ഓവറോൾ ചാമ്പ്യന്മാരാകുന്ന ജില്ലയ്ക്ക് മുഖ്യമന്ത്രിയുടെ എവർ റോളിംഗ് ട്രോഫിയും ലഭിക്കുന്നതാണ്. കായികമേളയുടെ ഉദ്ഘാടനം എറണാകുളം മഹാരാജാസ് കോളേജ് ഗ്രൗണ്ടിലാണ് നടന്നത്. ഉദ്ഘാടകൻ മന്ത്രി ശിവൻകുട്ടി. ദീപശിഖ തെളിയിച്ചത് ഒളിമ്പ്യൻ PR ശ്രീജേഷ് ആയിരുന്നു. സാംസ്കാരിക പരിപാടികളുടെ ഉദ്ഘാടകൻ നടൻ മമ്മൂട്ടിയുമായിരുന്നു. അടുത്ത ചോദ്യം, മൂന്നാമത്തെ ചോദ്യം. ഹു ഈസ് ദ ന്യൂ പ്രസിഡന്റ് ഓഫ് വിയറ്റ്നാം? വിയറ്റ്നാമിലെ പുതിയ പ്രസിഡന്റായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ് എന്നാണ് ചോദ്യം. ആരാണ്? ജനറൽ കുവോങ് ആണ്. വിയറ്റ്നാമിലെ പുതിയ പ്രസിഡന്റായിട്ട് ജനറൽ കുവോങ് ആണ് തെരഞ്ഞെടുക്കപ്പെട്ടത്. നിലവിലെ പ്രസിഡന്റ് ടോം ലാം സ്ഥാനം ഒഴിഞ്ഞതിനെ തുടർന്നാണ് 67-കാരനായ കുവോങ്ങിന് സ്ഥാനലബ്ധി കിട്ടിയിരിക്കുന്നത്. വിയറ്റ്നാമിലെ ഏറ്റവും പ്രധാന പദവിയായിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടി ജനറൽ സെക്രട്ടറിയായി ടോം ലാം തുടരും. ജൂലൈയിൽ പാർട്ടി ജനറൽ സെക്രട്ടറി നുയൻ ഫ്രൂ ടോങ് അന്തരിച്ചതിനെ തുടർന്നാണ് ലാം അധികാരമേറ്റത്. 2026 വരെയാണ് പുതിയ ഭരണ സംവിധാനം. അടുത്ത ചോദ്യം, നാലാമത്തെ ചോദ്യം. വിച്ച് ടീം ഹോൾഡ്സ് ദ വേൾഡ് റെക്കോർഡ് ഫോർ ദ ഹയസ്റ്റ് സ്കോർ ഇൻ ഇന്റർനാഷണൽ 2020 ക്രിക്കറ്റ്? അതായത് രാജ്യാന്തര 2020 ക്രിക്കറ്റിൽ ഒരു ടീം നേടുന്ന ഏറ്റവും ഉയർന്ന സ്കോറുള്ള ലോക റെക്കോർഡ് നേടിയ ടീം ഏതാണ് എന്നാണ് ചോദ്യം. എന്താണ്? രാജ്യാന്തര 2020 ക്രിക്കറ്റിൽ ഒരു ടീം നേടുന്ന ഏറ്റവും ഉയർന്ന സ്കോറിനുള്ള ലോക റെക്കോർഡ് നേടിയ ടീം ഏതാണ് എന്നാണ് ചോദ്യം. സിംബാബ്വെയാണ്. 2020 ലോകകപ്പ് ആഫ്രിക്കൻ ക്വാളിഫയർ മത്സരത്തിൽ ഗാംബിയക്കെതിരെ 4 വിക്കറ്റ് നഷ്ടത്തിൽ 344 റൺസ് നേടിയാണ് സിംബാബ്വെ പുതിയ റെക്കോർഡ് കുറിച്ചിട്ടുള്ളത്. രാജ്യാന്തര 2020 ക്രിക്കറ്റിൽ ഒരു ഇന്നിംഗ്സിൽ ഏറ്റവും കൂടുതൽ സിക്സറുകൾ 27 സിക്സറുകളും ഏറ്റവും കൂടുതൽ ബൗണ്ടറികൾ 57 ബൗണ്ടറികളും എന്നീ റെക്കോർഡുകളും ഈ മത്സരത്തിൽ പിറന്നു. അപ്പോൾ 27 സിക്സും അടിച്ചു, അതുപോലെ തന്നെ 57 ബൗണ്ടറികളും ഈ റെക്കോർഡിൽ വരുന്നത് സിംബാബ്വെയുടെ പുതിയ റെക്കോർഡിലാണുള്ളത്. അപ്പോൾ രാജ്യാന്തര 2020 ക്രിക്കറ്റിലും ഒരു ടീം നേടുന്ന ഏറ്റവും ഉയർന്ന സ്കോറിനുള്ള ലോക റെക്കോർഡ് സിംബാബ്വെ സ്വന്തമാക്കിയിരിക്കുകയാണ്. അടുത്ത ചോദ്യമാണ് അഞ്ചാമത്തെ ചോദ്യം. ഹു ഈസ് ദ ഫാസ്റ്റസ്റ്റ് ബൗളർ ടു കംപ്ലീറ്റ് 300 വിക്കറ്റ്സ് ഇൻ ടെസ്റ്റ് ക്രിക്കറ്റ് ഹിസ്റ്ററി? അതായത് ടെസ്റ്റ് ക്രിക്കറ്റ് ചരിത്രത്തിൽ ഏറ്റവും വേഗത്തിൽ 300 വിക്കറ്റ് തികയ്ക്കുന്ന ബോളർ എന്ന റെക്കോർഡ് നേടിയത് ആരാണ് എന്നാണ് ചോദ്യം. ടെസ്റ്റ് ക്രിക്കറ്റ് ചരിത്രത്തിൽ ഏറ്റവും വേഗത്തിൽ 300 വിക്കറ്റ് തികയ്ക്കുന്ന ബോളർ എന്ന റെക്കോർഡ് നേടിയത് ആരാണ്? ദ റൈറ്റ് ആൻസർ ഈസ് കഗീസോ റബാദ. ദക്ഷിണാഫ്രിക്കൻ പേസറാണ് കഗീസോ റബാദ. അപ്പോൾ ടെസ്റ്റ് ക്രിക്കറ്റ് ചരിത്രത്തിൽ ഏറ്റവും വേഗത്തിൽ 300 വിക്കറ്റ് തികയ്ക്കുന്ന ബോളർ എന്ന റെക്കോർഡ് ദക്ഷിണാഫ്രിക്കൻ പേസർ കഗീസോ റബാദ സ്വന്തമാക്കിയിരിക്കുകയാണ്. ബംഗ്ലാദേശിനെതിരായ ടെസ്റ്റ് പരമ്പരയിലാണ് 29-കാരനുള്ള റബാദ 300 വിക്കറ്റ് ക്ലബിൽ എത്തിയത്. ടെസ്റ്റ് കരിയറിലെ
11,187 പന്തുകളിലാണ് റബാദയുടെ നേട്ടം. മുൻ പാകിസ്ഥാൻ പേസർ വഖാർ യൂനിസിനെയാണ് പിന്നിലാക്കിയത് 12,602 പന്തുകൾ. ഓക്കെ, നമ്മൾ 2 ക്വസ്റ്റ്യൻസും റെക്കോർഡുകളെ കുറിച്ചിട്ടായിരുന്നു. അതുപോലെ തന്നെ ഒരു നേട്ടം സ്പോർട്സ് റിലേറ്റഡ് ആയ ഒരു ക്വസ്റ്റ്യൻ ആണ്. ഹാട്രിക് നേട്ടത്തിൽ, അതായത് രാജ്യാന്തര ഫുട്ബോൾ ഏറ്റവും കൂടുതൽ ഹാട്രിക് നേടുന്ന താരം എന്ന റെക്കോർഡിൽ അർജന്റീന താരം ലയണൽ മെസ്സിയും പോർച്ചുഗൽ താരം ക്രിസ്ത്യാനോ റൊണാൾഡോയും ഒപ്പത്തിനൊപ്പം എത്തിയിരിക്കുകയാണ്. ഇരുവരും 10 ഹാട്രിക് നേട്ടങ്ങളാണ് ഇതുവരെ കുറിച്ചിട്ടുള്ളത്. ബൊളീവിയക്കെതിരായ ലോകകപ്പ് യോഗ്യതാ മത്സരത്തിൽ ഹാട്രിക് നേടിയാണ് മെസ്സി ക്രിസ്ത്യാനോയ്ക്ക് ഒപ്പം എത്തിയത്. രാജ്യാന്തര ഗോളുകളുടെ എണ്ണത്തിലും ക്രിസ്ത്യാനോയുടെ പേരിലാണ് ലോക റെക്കോർഡ്. അടുത്ത ചോദ്യം, 6ാമത്തെ ചോദ്യം, ഹു ഈസ് ദ ന്യൂ ചീഫ് ജസ്റ്റിസ് ഓഫ് സുപ്രീം കോടതി? അതായത് സുപ്രീം കോടതിയിലെ പുതിയ ചീഫ് ജസ്റ്റിസ് ആയിട്ട് നിയമിതനായത് ആരാണ് എന്നാണ് ചോദ്യം, അല്ലെങ്കിൽ തെരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ് എന്നാണ് ചോദ്യം. ആരാണ്? സഞ്ജീവ് ഖന്നയാണ്. സുപ്രീം കോടതിയുടെ പുതിയ ചീഫ് ജസ്റ്റിസ് ആയിട്ട് ജസ്റ്റിസ് സഞ്ജീവ് ഖന്നയാണ് തെരഞ്ഞെടുത്തിരിക്കുന്നത്. ഇപ്പോഴത്തെ ചീഫ് ജസ്റ്റിസ് ആരാണ്? DY ചന്ദ്രചൂഡ് നവംബർ 10 വിരമിക്കും കേട്ടോ. അപ്പോൾ ജസ്റ്റിസ് ഖന്ന ചുമതലയേൽക്കും. സുപ്രീം കോടതിയുടെ 51ാം ചീഫ് ജസ്റ്റിസ് ആണ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന. സുപ്രീം കോടതിയുടെ 51ാം ചീഫ് ജസ്റ്റിസ് ആണ് ആര്? ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന. നവംബർ 11 മുതൽ 2025 മെയ് 13 വരെയാകും കാലാവധി. ഡൽഹി സ്വദേശിയായ ജസ്റ്റിസ് ഖന്ന 1983 ഡൽഹി തീസ് ഹസാരി കോടതിയിൽ അഭിഭാഷകനായിരുന്നു. അങ്ങനെയാണ് കരിയർ തുടങ്ങിയത്. 2019 സുപ്രീം കോടതി ജഡ്ജിയായിട്ട് നിയമിതനായത്. എനിക്ക് തോന്നുന്നു ഈ ആഴ്ചകളിൽ കുറേയധികം നിയമനങ്ങൾ നടന്നിട്ടുള്ള ഒരു ആഴ്ചയായിരുന്നില്ലേ. കുറേയധികം നിയമനങ്ങളെ കുറിച്ച് നമ്മൾ പറഞ്ഞു. അതായത് ചീഫ് ജസ്റ്റിസ് ആരാണ്, അതുപോലെ തന്നെ ഇലക്ഷൻ കമ്മീഷണർ ആരാണ്. ഇനി അടുത്ത ഒരു ചോദ്യം, ഹു ഹാസ് ബീൻ എലക്ടഡ് ആസ് ദ ന്യൂ ചെയർപേഴ്സൺ ഓഫ് ദ നാഷണൽ കമ്മീഷൻ ഫോർ വുമൻ? ദേശീയ വനിതാ കമ്മീഷന്റെ പുതിയ അധ്യക്ഷയായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടത്, നിയമിച്ചത് ആരെയാണ് എന്നാണ് ചോദ്യം. ആരെയാണ്? വിജയ കിഷോർ രാഹത്തർ. ഓക്കെ, ദേശീയ വനിതാ കമ്മീഷന്റെ പുതിയ അധ്യക്ഷയായിട്ട് വിജയ കിഷോർ രാഹത്തറിനെയാണ് കേന്ദ്ര സർക്കാർ നിയമിച്ചിരിക്കുന്നത്. നിലവിലെ അധ്യക്ഷ രേഖ ശർമ്മയ്ക്ക് പകരമാണ് നിയമനം. ഡോക്ടർ അർച്ചന മജുംദാറിനെ വനിതാ കമ്മീഷൻ അംഗമായി നിയമിച്ചിട്ടുണ്ട്. അപ്പൊ വനിതാ കമ്മീഷൻ അംഗം എന്ന് പറയുന്നത് ഡോക്ടർ അർച്ചന മജുംദാർ ആണ്. മഹാരാഷ്ട്ര സ്വദേശിയായിട്ടുള്ള വിജയ മഹിളാ മോർച്ച മുൻ അധ്യക്ഷയാണ്. നിലവിൽ BJP ദേശീയ സെക്രട്ടറി ആയിരുന്നു വിജയ കിഷോർ രാഹത്തർ. 1992 ദേശീയ വനിതാ കമ്മീഷൻ നിലവിൽ വന്നത്. ജയന്തി പട്നായിക്കിനായിരുന്നു കമ്മീഷന്റെ ആദ്യ അധ്യക്ഷ എന്ന് പറയുന്നത്, ജയന്തി പട്നായിക്. അപ്പോൾ ഇപ്പോഴത്തെ അധ്യക്ഷ ആരാണ്? വിജയ കിഷോർ രാഹത്തർ. അടുത്ത ചോദ്യം 8ാമത്തെ ചോദ്യമാണ് അല്ലെ. വേർ വാസ് ദ നമോ ഭാരത് ദിവസ് സെലിബ്രേറ്റഡ് റീസെന്റ്? നമോ ഭാരത് ദിവസ് ആഘോഷിച്ചത് ഈ ഇടയ്ക്ക് എവിടെ വെച്ചിട്ടാണ്? നമോ ഭാരത് ദിവസ് സെലിബ്രേറ്റ് ചെയ്തത് എവിടെ വെച്ചിട്ടാണ് എന്നാണ് ചോദ്യം. എവിടെ വെച്ചിട്ടാണ്? റൈറ്റ് ആൻസർ ഈസ് ന്യൂ ഡൽഹി. അപ്പോൾ നമോ ഭാരത് ദിവസ് സെലിബ്രേറ്റ് ചെയ്തത് എവിടെ വെച്ചിട്ടാണ്? ന്യൂ ഡൽഹിയിൽ വെച്ചിട്ടാണ്. ഡൽഹി എന്തൊക്കെയാണ് പ്രത്യേകതകൾ? ഇന്ത്യയുടെ ക്യാപിറ്റലാണ്. ഇന്ത്യയിലെ ഏറ്റവും ജനസംഖ്യ കൂടിയുള്ള കേന്ദ്രഭരണ പ്രദേശമാണ്. ഇന്ത്യയിലെ ഏറ്റവും ജനസാന്ദ്രത കൂടിയുള്ള കേന്ദ്രഭരണ പ്രദേശമാണ്. സ്വന്തമായി ഹൈക്കോടതിയുള്ള ഇന്ത്യയിലെ ഒരേ ഒരു കേന്ദ്രഭരണ പ്രദേശം അത് ന്യൂഡൽഹിയാണ്. ആദ്യ ദേശീയ ഗെയിംസ് നടന്നത് ഡൽഹിയിൽ വെച്ചിട്ടാണ്. 1951 ആദ്യ ദേശീയ ഗെയിംസ് നടന്നത് ഡൽഹിയിൽ വെച്ചിട്ടാണ്. 2010 കോമൺവെൽത്ത് ഗെയിംസ് നടന്നതും ഡൽഹിയിലായിരുന്നു. ഇന്ത്യയിൽ ആദ്യമായി റേഷൻ കാർഡ് സംവിധാനം ഏർപ്പെടുത്തിയ സംസ്ഥാനം എന്ന് പറയുന്നത് ഡൽഹിയാണ്. കേന്ദ്രഭരണ പ്രദേശമായ ഡൽഹി ഇന്ത്യയുടെ ഭരണ തലസ്ഥാനമായി മാറിയ വർഷം 1992 1991 69ാം ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ് കേന്ദ്രഭരണ പ്രദേശമായ ഡൽഹി ഇന്ത്യയുടെ ഭരണ തലസ്ഥാനമായി മാറിയത്. ഡൽഹിയുടെ ആദ്യത്തെ നാമം എന്ന് പറയുന്നത് ഇന്ദ്രപ്രസ്ഥം എന്നായിരുന്നു, പഴയകാല പേര് എന്ന് പറയുന്നത്. ഡൽഹിയിൽ സ്ഥിതി ചെയ്യുന്ന നദീതീരം യമുനയാണ്. ഇന്ത്യയുടെ തലസ്ഥാനം കൽക്കട്ടയിൽ നിന്ന് ഡൽഹിയിലേക്ക് മാറ്റാൻ തീരുമാനിച്ചത് 1911 അപ്പോൾ ആദ്യം ഇന്ത്യയുടെ തലസ്ഥാനം എന്ന് പറയുന്നത് കൽക്കട്ടയായിരുന്നു. അത് എന്തായി മാറി? ഡൽഹി ആയി മാറിയത്. എപ്പോഴാണ് അങ്ങനെ തീരുമാനിച്ചത്? 1911 അങ്ങനെ തീരുമാനിച്ചത്. ഡൽഹിയുടെ ആദ്യത്തെ പേരെന്താണ്? ഇന്ദ്രപ്രസ്ഥം എന്നാണ്. ഡൽഹി സ്ഥിതി ചെയ്യുന്ന നദീതീരം ഏതാണ്? യമുനയാണ്. ഇന്ത്യയിലെ ആദ്യ വനിതാ പോസ്റ്റ് ഓഫീസ് ആരംഭിച്ച നഗരം ന്യൂഡൽഹിയിൽ വെച്ചിട്ടാണ്. ഇന്ത്യയിൽ ആദ്യമായി ടെലിവിഷൻ സംപ്രേഷണം ആരംഭിച്ച നഗരം ന്യൂഡൽഹി തന്നെയാണ്. ഇന്ത്യയിലെ ആദ്യ ഫുഡ് ബാങ്ക് ആരംഭിച്ച നഗരം ന്യൂഡൽഹി തന്നെയാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ജയിലായിട്ടുള്ള തീഹാർ ജയിൽ സ്ഥിതി ചെയ്യുന്ന നഗരം ഏത് തന്നെയാണ്? ന്യൂഡൽഹി തന്നെയാണ്. അപ്പം ഒരുപാട് ചോദ്യങ്ങളാണ്, ഒറ്റ ആൻസർ ഉള്ളൂ ന്യൂഡൽഹി എന്നാണ്. ഇന്ത്യയിലെ ആദ്യ വനിതാ പോസ്റ്റ് ഓഫീസ് ആരംഭിച്ച നഗരം, ഇന്ത്യയിൽ ആദ്യമായി ടെലിവിഷൻ സംപ്രേഷണം ആരംഭിച്ച നഗരം, ഇന്ത്യയിലെ ആദ്യ ഫുഡ് ബാങ്ക് ആരംഭിച്ച നഗരം, ഏഷ്യയിലെ ഏറ്റവും വലിയ ജയിലായിട്ടുള്ള തീഹാർ ജയിൽ സ്ഥിതി ചെയ്യുന്ന നഗരം ഏതാണ്? ന്യൂഡൽഹിയാണ്.
ഇനി ഡൽഹിയിൽ സ്ഥിതി ചെയ്യുന്ന അന്ത്യവിശ്രമ സ്ഥലങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിൽ മഹാത്മാഗാന്ധിയുടെ നമുക്കറിയാം രാജ്ഘട്ടാണ്, അത് ഡൽഹിയിലാണ്. ജവഹർലാൽ നെഹ്റുവിന്റെ ശാന്തിവനം അത് ഡൽഹിയിലാണ്. ലാൽ ബഹദൂർ ശാസ്ത്രിയുടെ വിജയ്ഘട്ട് ഡൽഹിയിലാണ്. ഇന്ദിരാഗാന്ധിയുടെ ശക്തിസ്ഥൽ ഡൽഹിയിലാണ്. രാജീവ് ഗാന്ധിയുടെ വീർഭൂമി ഡൽഹിയിലാണ്. ചരൺ സിംഗ് കിസാൻഗഡ് ഡൽഹിയിലാണ്. ഗാനി സെയിൽ സിംഗ് ഏകതാ സ്ഥൽ, ചന്ദ്രശേഖറിന്റെ ജനനായക് സ്ഥൽ, ജഗ്ജീവൻ റാം സമതാ സ്ഥൽ, ശങ്കർ ദയാൽ ശർമ്മയുടെ കർമ്മഭൂമി, എല്ലാ അന്ത്യവിശ്രമ കേന്ദ്രങ്ങളും ഇത്രയും പേരുടെ അന്ത്യവിശ്രമ കേന്ദ്രങ്ങൾ എവിടെയാണ്? ഡൽഹിയിലാണ്. മഹാത്മാഗാന്ധി എല്ലാം ഓർത്തു വയ്ക്കുന്നത്. മഹാത്മാഗാന്ധി, ജവഹർലാൽ നെഹ്റു, ലാൽ ബഹദൂർ ശാസ്ത്രി, ഇന്ദിരാഗാന്ധി, രാജീവ് ഗാന്ധി, അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. മഹാത്മാഗാന്ധിയുടെ നമുക്കറിയാം രാജ്ഘട്ടാണ്. ജവഹർലാൽ നെഹ്റുവിന്റെ ശാന്തിവനമാണ്. ലാൽ ബഹദൂർ ശാസ്ത്രിയുടെ വിജയ്ഘട്ടാണ്. ഇന്ദിരാഗാന്ധിയുടെ ശക്തി സ്ഥലാണ്. രാജീവ് ഗാന്ധിയുടെ വീർഭൂമി. ഓക്കെ, നമുക്കറിയാം ലോട്ടസ് ടെമ്പിൾ സ്ഥിതി ചെയ്യുന്നത് ന്യൂഡൽഹിയിലാണ്. എന്നാൽ ലോട്ടസ് മഹൽ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കർണാടകയിലാണ് അല്ലെ. കർണാടകയിലെ ഹംപിയിലാണ് ലോട്ടസ് മഹൽ സ്ഥിതി ചെയ്യുന്നത്. ലോട്ടസ് ടെമ്പിൾ ന്യൂഡൽഹിയിലാണ്, ലോട്ടസ് മഹൽ ഹംപിയിലാണ്. കൺഫ്യൂസിംഗ് ആയിട്ടുള്ള കുറച്ച് ഫാക്ട്സ് ആണ് കേട്ടോ പറയാൻ പോകുന്നത്. ഭാരതീയ മഹിളാ ബാങ്കിന്റെ ആസ്ഥാനം ന്യൂഡൽഹിയാണ്. എന്നാൽ ഭാരതീയ മഹിളാ ബാങ്കിന്റെ ആദ്യത്തെ ശാഖ സ്ഥാപിതമായത് മുംബൈയിലാണ്. അപ്പോൾ ഭാരതീയ മഹിളാ ബാങ്കിന്റെ ആസ്ഥാനം ന്യൂഡൽഹിയാണ്. എന്നാൽ ഭാരതീയ മഹിളാ ബാങ്കിന്റെ ആദ്യത്തെ ശാഖ സ്ഥാപിതമായത് മുംബൈയിലാണ്. ഇന്ത്യ ഗേറ്റ് സ്ഥിതി ചെയ്യുന്നത് ന്യൂഡൽഹിയിലാണ്. ഗേറ്റ് വേ ഓഫ് ഇന്ത്യ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? മുംബൈയിലാണ്. ഓക്കെ, അപ്പോൾ ഭാരതീയ മഹിളാ ബാങ്കിന്റെ ആസ്ഥാനം ന്യൂഡൽഹി, ഭാരതീയ മഹിളാ ബാങ്കിന്റെ ആദ്യത്തെ ശാഖ സ്ഥാപിതമായത് മുംബൈ, ഇന്ത്യ ഗേറ്റ് സ്ഥിതി ചെയ്യുന്ന ന്യൂഡൽഹി, ഗേറ്റ് വേ ഓഫ് ഇന്ത്യ സ്ഥിതി ചെയ്യുന്നത് മുംബൈ, ലോട്ടസ് ടെമ്പിൾ സ്ഥിതി ചെയ്യുന്ന ന്യൂഡൽഹി, ലോട്ടസ് മഹൽ സ്ഥിതി ചെയ്യുന്നത് ഹംപി, കർണാടകയിലെ ഹംപിയിലാണ്. അടുത്ത ചോദ്യം, 9ാമത്തെ ചോദ്യം, ഇന്ത്യ റീസെന്റ് ലോഞ്ച്ഡ് ഇറ്റ്സ് 4th ന്യൂക്ലിയർ പവർഡ് ബാലിസ്റ്റിക് മിസൈൽ സബ്മറൈൻ അറ്റ് വിച്ച് പ്ലേസ്? ഏത് സ്ഥലത്താണ് ഇന്ത്യ ലോഞ്ച് ചെയ്തത് 4th ന്യൂക്ലിയർ പവർഡ് ബാലിസ്റ്റിക് മിസൈൽ സബ്മറൈൻ SSBN ലോഞ്ച് ചെയ്തത് എവിടെ വെച്ചിട്ടാണ്? വിശാഖപട്ടണത്ത് വെച്ചിട്ടാണ് അല്ലെ. ഇന്ത്യ റീസെന്റ് ലോഞ്ച്ഡ് ഇറ്റ്സ് 4th ന്യൂക്ലിയർ പവർഡ് ബാലിസ്റ്റിക് മിസൈൽ സബ്മറൈൻ അറ്റ് വിശാഖപട്ടണം. ആന്ധ്രാപ്രദേശിന്റെ എക്സിക്യൂട്ടീവ് ക്യാപിറ്റൽ ആണ് വിശാഖപട്ടണം. എക്സിക്യൂട്ടീവ് ക്യാപിറ്റൽ എന്ന് പറയുമ്പോൾ കാര്യനിർവഹണ തലസ്ഥാനമാണ് വിശാഖപട്ടണം. നിയമനിർമ്മാണ തലസ്ഥാനം ഏതാണ്? അമരാവതിയാണ്, ലെജിസ്ലേറ്റീവ് ക്യാപിറ്റൽ. ഇനി നീതിന്യായ ജുഡീഷ്യറി ക്യാപിറ്റൽ ഏതാണ്? കുർണൂലാണ്. അപ്പം ആന്ധ്രാപ്രദേശിന്റെ കാര്യനിർവഹണ ക്യാപിറ്റലാണ് വിശാഖപട്ടണം എന്ന് പറയുന്നത്. നിയമനിർമ്മാണ തലസ്ഥാനമാണ് അമരാവതി എന്ന് പറയുന്നത്. നീതിന്യായ തലസ്ഥാനമാണ് കുർണൂൽ. ഇനി വിശാഖപട്ടണത്തിന്റെ വിശേഷങ്ങൾ എന്തൊക്കെയാണ്? ഇന്ത്യൻ തുറമുഖങ്ങൾക്കിടയിലെ തിളക്കമുള്ള രത്നം എന്നറിയപ്പെടുന്ന വിശാഖപട്ടണമാണ് അല്ലെ. മേജർ തുറമുഖങ്ങളിൽ ഏറ്റവും ആഴം കൂടിയ തുറമുഖം വിശാഖപട്ടണമാണ്. ഇന്ത്യയിലെ ഏക കരബന്ധിത തുറമുഖം വിശാഖപട്ടണമാണ്. ഇന്ത്യയിലെ ആദ്യ കപ്പൽ നിർമ്മാണശാലയായ ഹിന്ദുസ്ഥാൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡ് നിലവിൽ വന്നത് എവിടെയാണ്? വിശാഖപട്ടണത്തിലാണ്. അപ്പൊ ഇന്ത്യയിലെ ആദ്യ കപ്പൽ നിർമ്മാണശാല ഏതാണ്? ഹിന്ദുസ്ഥാൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡ് ആണ്. അത് നിലവിൽ വന്നത് എവിടെയാണ്? വിശാഖപട്ടണത്താണ്. കിഴക്കൻ നേവൽ കമാൻഡിന്റെ ആസ്ഥാനം വിശാഖപട്ടണമാണ്. ഇന്ത്യൻ നേവിയുടെ അണ്ടർ വാട്ടർ ഡിഫൻസ് സിസ്റ്റം നിലവിൽ വന്നത് വിശാഖപട്ടണത്തിലാണ് അല്ലെ. ഇന്ത്യൻ നേവിയുടെ INS കുർസുര അന്തർവാഹിനി മ്യൂസിയം സ്ഥിതി ചെയ്യുന്ന സ്ഥലം വിശാഖപട്ടണത്തിലാണ്. അപ്പൊ ഇന്ത്യൻ നേവി ആയിട്ട് വിശാഖപട്ടണത്തിന് വളരെ ഒരു ബന്ധമുണ്ട് അല്ലെ. ഇന്ത്യൻ നേവിയുടെ അണ്ടർ വാട്ടർ ഡിഫൻസ് സിസ്റ്റം, അതുപോലെ തന്നെ കിഴക്കൻ നേവൽ കമാൻഡിന്റെ ആസ്ഥാനം, അതുപോലെ തന്നെ എന്താണ് ഇന്ത്യൻ നേവിയുടെ INS കുർസുര അന്തർവാഹിനി മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? വിശാഖപട്ടണത്തിലാണ്. അപ്പൊ ഇന്ത്യൻ തുറമുഖങ്ങൾക്കിടയിലെ തിളക്കമുള്ള രത്നം, മേജർ തുറമുഖങ്ങളിൽ ഏറ്റവും ആഴം കൂടിയ തുറമുഖം, ഏക കരബന്ധിത തുറമുഖം, ആദ്യ കപ്പൽ നിർമ്മാണശാല ഏതായിരുന്നു? ഹിന്ദുസ്ഥാൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡ് ആണ്. അത് നിലവിൽ വന്നത്. നേവൽ കമാൻഡിന്റെ ആസ്ഥാനം, അണ്ടർ വാട്ടർ ഡിഫൻസ് സിസ്റ്റം, INS അന്തർവാഹിനി മ്യൂസിയം സ്ഥിതി ചെയ്യുന്ന സ്ഥലം ഏതാണ്? വിശാഖപട്ടണമാണ്. ഇനി അടുത്ത ചോദ്യം, 10ാമത്തെ ചോദ്യം, അവസാനത്തെ ചോദ്യം. വാട്ട് ഡസ് PMYASASV എന്താണ്? PMYASASV സ്കീം സ്റ്റാൻഡ് ഫോർ. എന്താണ് PMYASASV? എന്താണ് ഫുൾ ഫോം എന്നാണ് അല്ലെ. എന്താണ് അതിന്റെ ഫുൾ ഫോം? PM പ്രധാനമന്ത്രി യങ് അച്ചീവേഴ്സ് സ്കോളർഷിപ്പ് അവാർഡ് സ്കീം ഫോർ വൈബ്രന്റ് ഇന്ത്യ. PM Young Achievers Scholarship Award Scheme for Vibrant India. PMYASASV stands for PM Young Achievers Scholarship Award Scheme for Vibrant India. ഓക്കെ, അപ്പം നമ്മൾ
നവംബർ മാസത്തിലെ ആദ്യത്തെ ആഴ്ചയിലെ കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. നവംബർ 1 തൊട്ട് നവംബർ 10 വരെയുള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു അല്ലെ. കുറേ കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇതുപോലെ തന്നെ കഴിഞ്ഞ മാസത്തിലെ ഒക്ടോബർ മാസത്തിലെ ഓരോ വീക്ക്ലി കറണ്ട് അഫയേഴ്സും മന്ത്ലി കറണ്ട് അഫയേഴ്സും നമ്മുടെ ചാനൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഓരോ മന്ത്ലിയും അങ്ങനെ തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഇതുവരെ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ വേഗം സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ യുവർ ടൈം. ബൈ.